ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമ്മുടെ ഈ ഒരു ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ചെയ്യുന്നത്. സോ യൂഷ്വലി നമ്മുടെ ചാനലിൽ ഈ പറയുന്ന പോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലബ് ഓൺ ബസ്റ്റേജിലാണെങ്കിലും ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ എഡ്യൂക്കേഷൻ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ആണ് ഇടുന്നത്. സോ ഇത് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആസ് എ ട്രേഡർ ഇന്ന് ഞാനൊരു വ്ളോഗാണ് ചെയ്യുന്നത്. സോ ടിപ്പിക്കൽ വ്ളോഗ്സിനെക്കാട്ടിലും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള വാല്യൂ ഈ ഒരു വ്ളോഗിൽ തരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. കാരണം ഈ ഒരു ട്രേഡിംഗ് ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും എല്ലാം നമ്മൾ തന്നെയാണ്. സോ നമ്മളെ ട്രീറ്റ് ചെയ്യുക, നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാനൊരു 2 ദിവസം എന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒരു ചെറിയൊരു ട്രിപ്പാണ്. ആ ട്രിപ്പിൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേർണി, നിങ്ങൾക്ക് വേണ്ട ഇൻസൈറ്റുകൾ, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മറ്റൊരു വ്ളോഗ് കാണുന്നതിനേക്കാളും നിങ്ങൾ കുറച്ചുകൂടെ ലേണിംഗ് പേർപ്പസ് എന്നുള്ള രീതിയിൽ വ്ളോഗ് കാണാം. ആൻഡ് അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളും കാണിച്ചു തരാം. സോ ഒരു റോഡ് ട്രിപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. നമുക്ക് റോഡ് ട്രിപ്പ് പോകാന്നുള്ളത്. ആസ് എ ട്രേഡർ ഈ പറയുന്ന പോലെ ഭയങ്കര ലോൺലിയാണ് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ജേർണിയിൽ നമ്മൾ പോകുന്നത്. അപ്പം ഈ പറയുന്ന പോലെ കാർ എടുക്കുക, ഒരു ഡ്രൈവ് പോവുക, ആൻഡ് അതിലുള്ള കാഴ്ചകൾ കാണാനൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ ആൻഡ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. കറന്റ് 6:51 ആയിട്ടുണ്ട്. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം കൊച്ചിയിൽ നിന്നാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 6.5 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ യാത്ര തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറും വിശന്നു, വണ്ടിക്കും വിശന്നു. അങ്ങനെ പെട്രോളും അടിച്ച് നല്ല ചായയും ഫുഡും കഴിച്ച് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. ഗൈസ്, ഈ ഒരു റിട്രീറ്റിൻ്റെ ഒരു 50% പർപ്പസ് ഇവിടെ തന്നെ മീറ്റ് ആയിട്ടുണ്ട്. കാരണം അത്രയും നല്ല ബ്യൂട്ടിഫുൾ റോഡ്സ് ആണ് ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് കോഴിക്കോടിലോട്ടുള്ളത്. സോ കാറിൽ ആ ഒരു ഡ്രൈവ് അത് തന്നെ വളരെ പീസ്ഫുൾ ആണ്. ആൻഡ് ആ ഒരു യാത്രയുടെ ഏറ്റവും നല്ല ഹൈ പീക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് യെസ് ഗൈസ്, ഇനി നമുക്കൊരു 2-3 hours ഉണ്ട് സ്റ്റിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ. ആൻഡ് ലെറ്റ്സ് സീ. ആഫ്റ്റർ എ ലോങ് ഡ്രൈവ്, ഏകദേശം ഒരു 6-7 മണിക്കൂർ 6 to 7 hours ഡ്രൈവിന് ശേഷം നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി. സോ ഇവിടെയാണ് ഞാൻ റിട്രീറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ചൂസ് ചെയ്തത്. അടിപൊളി പ്രോപ്പർട്ടിയാണ്. ആസ് വെൽ ആസ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. സോ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വരാം. ഓക്കെ, ബൈ ഗൈസ്. സോ ഗൈസ്, സച്ച് എ ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ഈ ഒരു റീട്രീറ്റ്, ഒരു റീസെറ്റ് ആവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എവിടെ പോകണമെന്നൊക്കെ ആലോചിച്ചപ്പം ഒറ്റ മൈൻഡ് ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന പോലെ വളരെ പീസ്ഫുൾ ആയിട്ട് നേച്ചർ ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ ഒരു ഡേ ടു ഡേ ലൈഫ് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗാഡ്ജറ്റ്സ്, ഇപ്പോൾ എല്ലാ ദിവസവും ആസ് എ ട്രേഡർ നമ്മൾ ലാപ്ടോപ്പ്, ഫോണ്, അല്ലെങ്കിൽ ഈവൻ നമ്മൾ താമസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇപ്പം ട്രാഫിക്, സിറ്റി, ഇതൊക്കെ മാറി കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പീസ്ഫുൾ ആംബിയൻസ് വേണമെന്നാണ്. സോ സച്ച് എ ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ് ഇവിടെ. വളരെയധികം ആ ഒരു മീ ടൈം എടുക്കാനും ചുമ്മാ ഇങ്ങനെ ഇരിക്കാനും, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും വെറുതെ ഇരിക്കാന്ന് പറയുന്ന പോലെ ചുമ്മാ ഇങ്ങനെ ഇരിക്കാനും പറ്റിയൊരു സ്ഥലമാണ്. സോ ഗൈസ്, അടിപൊളി ആംബിയൻസ് ആണ്. സോ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ചെയ്ത് ഞാനിനി ഒന്ന് റീസെറ്റ് ആവട്ടെ. കാരണം ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഫോണുണ്ട്. ഈ ഫോണൊക്കെ മാറ്റി വെച്ച് ജസ്റ്റ് കുറച്ച് മീ ടൈം ഒക്കെ എടുത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ബാക്ക് ടു നിങ്ങളിലോട്ട് വരാം. സോ ഗൈസ്, ലാസ്റ്റിന് ഒരു അഡ്വഞ്ചർ സ്പോർട്സും കൂടെ ഉണ്ട്. സോ എനിക്ക് ടോട്ടൽ എല്ലാത്തിൻ്റെയും വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ബട്ട് ഐ ക്യാൻ ഷെയർ യു വൺ എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് ചീപ്പ് സോഴ്സ് ഓഫ് ഡോപ്പമിൻ കട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസേജ്, നെറ്റ്വർക്കിംഗ് അനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മാറ്റി നമ്മളിങ്ങനെ ഒരേ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് വി നീഡ് ഗുഡ് സോഴ്സ് ഓഫ് ഡോപ്പമിൻ. ഇപ്പോൾ നമ്മൾ ജിം ഹിറ്റ് ചെയ്യുന്നത്, ഈറ്റിംഗ് ക്ലീൻ, ഇതേപോലെ തന്നെയാണ് ആക്ടിവിറ്റീസ്. എസ്പെഷ്യലി നമുക്കൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്. വലിയ സംഭവമൊന്നുമല്ല, ബട്ട് സ്റ്റിൽ
ഇത് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഗുഡ് സോഴ്സ് ഓഫ് ഡോപ്പമിൻ റിലീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളിപ്പം ഒരു ഗോളിന് വേണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും വൺസ് ഇൻ എ വൈൽ യു നീഡ് ടു ഡു ദിസ്. ആൻഡ് ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എനർജി തരും. സോ അടുത്ത നമുക്ക് നമ്മുടെ പൂൾ സെഷനാണ്. സോ നമുക്ക് പൂളിൽ പോയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, ഹേ ഗൈസ്, സോ പീസ്ഫുൾ, അടിപൊളി. അങ്ങനെ പൂൾ സെഷനും അതേപോലെ കുറേ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഡിന്നറും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ നമ്മുടെ LA ക്ലബിൻ്റെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വീക്ക്ലി ജേർണൽ സബ്മിഷൻ ഉണ്ടായിരുന്നു. സോ അത് നോക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ട ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ഒരു ട്രിപ്പിൽ ലാപ്ടോപ്പ് ഓണാക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ലാപ്ടോപ്പ് ഓണാക്കി ഓരോ സ്റ്റുഡൻസിൻ്റെയും വീക്ക്ലി ജേർണൽ നോക്കുമായിരുന്നു. ഈ ഒരു മൊമെൻറ്റിലാണ് എൻ്റെ ഒരു റിയലൈസേഷൻ വന്നത്. എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ LA ക്ലബ് മെമ്പേഴ്സ് തുടക്കം തൊട്ട് അവരെത്രത്തോളം ഒന്നുമില്ലായ്മയിൽ നിന്ന് ട്രേഡിങ്ങിനെ പറ്റി വാട്ട് ഈസ് ട്രേഡിംഗ് തൊട്ട് പഠിച്ച് എവിടം വരെ അവരെത്തി എന്നുള്ളത്. സോ ഒരുപാട് ദൂരം പോകാനുണ്ട്. ആ യാത്രയിലാണ് നമ്മളെല്ലാവരും. സോ LA ക്ലബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള, ഞാൻ ട്രേഡിംഗ് മെൻറ്റർഷിപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്ത ഒരു കൂട്ടം ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയാണ് LA ക്ലബ് എന്ന് പറയുന്നത്. LA ക്ലബ് 2025 ഒരു വലിയ ഗോളുണ്ട്. നമ്മൾ ആ യാത്രയിലാണ്. യെസ് ഗൈസ്, സോ ഇന്നലെ ഈ പറയുന്ന പോലെ ഒരുപാട് ആക്ടിവിറ്റീസിലാണ് ഇന്നലെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത്. ഈ പറയുന്ന പോലെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ നിങ്ങൾ വീഡിയോസിൽ കണ്ട പോലെ തന്നെ. സോ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ മാത്രമേ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ, കാരണം ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇന്ന് അല്ലെങ്കിൽ ഈ ഇന്നത്തെ ദിവസം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മീ ടൈം എടുക്കുക, ഒരു റെസ്റ്റ് എടുക്കാം, ഈ പറഞ്ഞ നെറ്റ്വർക്കിംഗ് ഒക്കെ ഒഴിവാക്കി ജസ്റ്റ് മൈ തോട്ട്സ്, മൈ റീഡിങ്. സോ ആ രീതിയിൽ ഇരിക്കുക എന്നുള്ളൊരു മൂഡാണ്. സോ രാവിലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ്, രാവിലെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് കുറച്ച് ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ജേർണിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ലൈഫിലാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും നിങ്ങൾ എത്രത്തോളം കാര്യങ്ങളെ സിമ്പിളാക്കി വെക്കുന്നോ അത്രത്തോളം നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം നമ്മുടെ ഒരു ട്രേഡിംഗ് ജേർണിയിൽ നമ്മൾ എങ്ങനെയാണ് ഫെയിൽ ആവുന്നത്? നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കൂടുമ്പോഴാണ്. അതായത് നമുക്ക് മാർക്കറ്റ് ഈ ആഴ്ച നമുക്ക് ഇത്രയും പ്രോഫിറ്റ് തരണം, എൻ്റെ ചിലവുകൾ ഇത്രയും മാർക്കറ്റ് നോക്കണം, ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, സോ അങ്ങനെ മാർക്കറ്റ് സംഭവിക്കണം. ഈ എക്സ്പെക്റ്റേഷൻസ് ആണ് മിക്ക ആൾക്കാർക്കും ട്രേഡിങ്ങിൽ. അവർ എക്സ്പെക്റ്റേഷൻസ് തന്നെ ഒരുപാട് ലോസസും ഇമോഷൻ കൺട്രോളിങ്ങും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. സോ നിങ്ങൾ ഈ ഒരു എക്സ്പെക്റ്റേഷൻസ് കുറച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു അപ്രോച്ച്, നമ്മളെ ആറ്റിറ്റ്യൂഡും നമ്മുടെ അപ്രോച്ചുമാണ് എനിക്ക് ട്രേഡിങ്ങിൽ ഒരു ഏറ്റവും നല്ല കംഫർട്ടബിൾ സ്പേസിൽ എനിക്ക് ട്രേഡ് ചെയ്യാനുള്ളൊരു മെൻ്റൽ സ്പേസ് എനിക്ക് തന്നത്. അതായത് എക്സ്പെക്റ്റേഷൻസ് കുറച്ചിട്ട് എൻ്റെ പ്ലാൻ എന്താണ്, ഞാൻ എൻ്റെ പ്ലാൻ സെറ്റ് ചെയ്ത് ഇതാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ, എൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എൻ്റെ കോൺസെപ്റ്റ്സ് ഇതാണ്. ഇത് മാർക്കറ്റിൽ എത്രത്തോളം വരുന്നുണ്ട് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങി. ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം എനിക്ക് ഒരു നല്ല ആക്യുറസി കണ്ടുപിടിക്കാൻ പറ്റി. അത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തുടക്കം തന്നെ ക്യാപിറ്റൽ ഇട്ടൊന്നും ചെയ്യേണ്ട. നിങ്ങളാദ്യം പഠിക്കുക, ലേണിംഗ് ഫേസ് ചെയ്യുക. ആ ലേണിംഗ് പഠിച്ച സാധനം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഒരു എഡ്ജ് കിട്ടുന്ന കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ആദ്യം ഡെമോ അക്കൗണ്ടിൽ ചെറിയ ലോട്ടിൽ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു ചെറിയ ക്യാപിറ്റൽ ഇട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട്, ഒരു ചെറിയ ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് അതിൽ ചെയ്ത് നോക്കുക. എവിടെ പോയാലും കുരങ്ങന്മാരാണ്. ഞാൻ എവിടെ പോയാലും കുരങ്ങന്മാർ, അവിടെ ബാക്കിലെല്ലാം കുരങ്ങന്മാർ. സോ ആ ഒരു ചെറിയ രീതിയിൽ തുടങ്ങാം. അവിടെ നിങ്ങൾക്ക് ഇത് സമയമെടുക്കും. എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക്
ഒരു 80 അല്ലെങ്കിൽ 70% വിൻ റേറ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു 60% വിൻ റേറ്റ് ഉള്ള ഒരു കോൺസെപ്റ്റോ സ്ട്രാറ്റജി ഒന്നും കിട്ടില്ല. ഓരോ ട്രേഡിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന ഫീഡ്ബാക്സ് എടുക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, ഡാറ്റ കളക്ട് ചെയ്യുക. സോ ഈ രീതിയിൽ മുമ്പോട്ട് പോവുക. ആൻഡ് ഇത് നിങ്ങളുടെ മൈൻഡിൽ കണക്റ്റഡ് ആയിരിക്കണം. ഇത് സമയമെടുക്കും. ഈ രീതിയിലായിരിക്കും ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത്. ആൻഡ് ഗൈസ്, നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ബേസിസിൽ, നിങ്ങളുടെ ഡേ ടു ഡേ ട്രേഡിംഗ് ബേസിസിൽ നിങ്ങളുടെ ലൈഫ് എത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട്, ഇപ്പോൾ നമ്മളെല്ലാ മനുഷ്യന്മാരാണ്, നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഒരു ട്രേഡിംഗ് അവേഴ്സിൽ അതിന് മുമ്പ് നിങ്ങൾ ഈ ഫോണ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് നിങ്ങളുടെ സ്ക്രീൻ മാത്രം ആ ഒരു മെൻ്റൽ സ്പേസിലോട്ട് എത്തുക. ഇത് ഒട്ടും ഈസി അല്ല. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ് എലൈറ്റ് ക്ലബ് മെമ്പേഴ്സിനെ ഞാൻ ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന മെഡിറ്റേഷൻ, അഫോമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ഇടപെടുന്ന ആൾക്കാർ, ആ നെറ്റ്വർക്കിംഗ് ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റുള്ള, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ആൾക്കാരുമായിട്ട് ഇടപെടുക. സോ നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ജേർണി നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു ഡേ ടു ഡേ ബേസിസിൽ വളരെ പീസ്ഫുള്ളായിട്ട് ഇരുന്നാൽ തന്നെ പകുതി കാര്യങ്ങൾ, ഈവൻ ലോസ് ആണെങ്കിൽ പോലും മിക്ക ആൾക്കാരും പറയുന്നതാണ്, ഇല്ലെങ്കിൽ ഞാനും പണ്ടിങ്ങനായിരുന്നു, ഒരു ലോസ് വരുന്ന ദിവസം അന്നത്തെ എൻ്റെ ദിവസം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അന്ന് ഡിസിപ്ലിൻ കാണത്തില്ല, പിന്നെ ഭയങ്കര മടിയായിരിക്കും, അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. ലോസ് ആണെങ്കിൽ, പ്രോഫിറ്റ് ആണെങ്കിൽ അടിപൊളി. അതുപോലെ ഇപ്പോൾ നമുക്കൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ ആ എത്തിയ വ്യക്തിയായിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ ഇന്ന് ഷിഫ്റ്റ് ചെയ്യണം. അത് ഷിഫ്റ്റ് ചെയ്യാണ്ട് ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന ഹാബിറ്റ് അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ ഒരിക്കലും ആ സ്ഥലത്തോട്ട് എത്താൻ പറ്റത്തില്ല എന്നുള്ള ചെറിയ റിയലൈസേഷൻ മതി നമ്മൾ ഇന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ. ഈ ഒരു വീഡിയോ വ്ളോഗിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു ക്ലിപ്പായിരിക്കും നിങ്ങളിപ്പോൾ കാണുന്നത്. കാരണം ലൈക്ക് ഒരു വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ മോസ്റ്റ്ലി ഫോണിലാണ് എടുത്തത്, മൈക്ക് കാര്യങ്ങളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ക്ലിപ്പ് മോസ്റ്റ് പ്രോബ്ലി ഇതായിരിക്കും ലാസ്റ്റ് ക്ലിപ്പ് ഓഫ് ദ വീഡിയോ. സോ ഇത് എന്തുകൊണ്ടാണ് ക്വാളിറ്റി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ഒരു ട്രേഡറിൻ്റെ ലൈഫ് ഞാൻ എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് ഒരു സിനിമയായിട്ടാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സിനിമയിൽ നമുക്ക് എന്തുണ്ട്, ഒരു നായകനുണ്ട്, ഒരു വില്ലനുണ്ട്. സോ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഉള്ളിൽ തന്നെ രണ്ട് ഇന്നർ സെൽഫ് ഉണ്ട്, ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, നെഗറ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകുന്നത് നമ്മുടെ ആ ഒരു ഇന്നർ വോയിസ് നമ്മളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ആ ഒരു നെഗറ്റീവ് സെൽഫ് നമ്മളെ, ഇപ്പം നിങ്ങൾക്ക് തന്നെ റിലേറ്റബിൾ ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഒരു ജിമ്മിൽ പോകണമെന്നൊക്കെ തീരുമാനമെടുത്ത് രാവിലെ എണീക്കുന്ന സമയത്ത് ഇനി നാളെ ആയാലോ, ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ എല്ലാം പ്ലാനൊക്കെ സെറ്റ് ചെയ്യും, അത് നിങ്ങളുടെ പോസിറ്റീവ് സൈഡാണ്. പക്ഷേ ഈ ഒരു ചാത്തൻ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് അത് ചെയ്യുന്ന മൊമെൻറ്റിൽ നമ്മളെ താഴോട്ട് വലിക്കും. സോ ഈ ഒരു സെയിം സംഭവം നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന ഹീറോയും വില്ലനും ഒക്കെ നമ്മൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവും ആ നെഗറ്റിവിറ്റീനെ കേൾക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി വരുന്ന സമയത്ത് അതിനെ കേൾക്കാണ്ട് അതൊരു നെഗറ്റിവിറ്റിയാണ്, ഞാൻ അങ്ങനെയാണ് അതിനെ, ഇപ്പോൾ നമുക്ക് ഒരിക്കലും 100% ഒരാൾക്കും അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ട്രേഡ് എടുക്കുവാണ്, പെട്ടെന്നൊരു സാധനം വരുവാണ്, എൻ്റെ പ്ലാനിൽ നിന്നല്ലാത്തൊരു സാധനം നമുക്കൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താലോ. ഈവൻ കഴിഞ്ഞ ആഴ്ച ഞാൻ USD ആണ് ട്രേഡ് എടുക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ EU അല്ലാണ്ട് GBP USD ഞാനത് ട്രേഡ് ചെയ്യാറില്ല. അതിനകത്ത് എനിക്ക് നല്ലൊരു എൻട്രി വന്നു. EUവിനകത്ത് എൻട്രി ഇല്ലായിരുന്നു, GUവിനകത്ത് എൻട്രി ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു മൊമെൻറ്റിൽ ആ ഒരു മനസ്സ് പറഞ്ഞു, എടാ ആ എൻട്രി എടുത്തോ, നിൻ്റെ പ്ലാൻ ആണല്ലോ. ബട്ട് അവിടെ എൻട്രി എടുത്തില്ല. അതിൻ്റെ റീസൺ അത് പ്രോഫിറ്റ് ആയ ട്രേഡ്, ബട്ട് സ്റ്റിൽ എൻട്രി എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന പേരല്ല, ആ ഒരു ഡിസിപ്ലിനാണ്. സോ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക. നമ്മൾ വേറെ ആരെയും പ്രൂവ് ചെയ്യണ്ട, നമുക്ക് പ്രോമിസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസസ് നമുക്ക് മീറ്റ് ചെയ്യാൻ മാത്രം പറ്റിയാൽ മതി. ഓക്കെ, ആൻഡ് ഫൈനലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഈവൻ ഞാനാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇതേപോലൊരു ട്രേഡിംഗ് കം വ്ളോഗ് എന്നുള്ള രീതിയിലൊരു വീഡിയോ ചെയ്യുന്നത്. ബട്ട് എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളെ കുറച്ചുകൂടി പറയുന്ന പോലെ ഒരു റോ സൈഡ് മനസ്സിലാക്കി തരിക, നിങ്ങളുടെ മൈൻഡിനെ കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഒരുപാട് ബിഗിനേഴ്സ് ഈ പറയുന്ന പോലെ എങ്ങനെ കൊണ്ടുപോകണം അവരുടെ ജേണി, ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ ലൈക്ക് ക്ലബ് സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഞാൻ ഡയറക്റ്റ് ഈ പറയുന്ന പോലെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ആസ് വെൽ ആസ് ഈ പറയുന്ന പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയുള്ള മെമ്പേഴ്സിന് ആ ഒരു ഇൻട്രാക്ഷൻ കുറവായതുകൊണ്ട് ഒരു വീഡിയോ രീതി ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നോക്കുവാണെങ്കിൽ, ഒരു വ്ളോഗായിട്ട് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഗ്ലാമർ സൈഡ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ എനർജറ്റിക് സൈഡൊക്കെ വളരെ കുറവാണ്. കുറച്ച് സ്ലോ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ആസ് എ ട്രേഡർ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഒരു സ്ലോ ലൈഫ് കൊണ്ടുപോകാനാണ്. ഈ പറയുന്നത് അതർ ദാൻ ഹൈപ്പറിനേക്കാളും ആസ് എ ട്രേഡർ ഞാൻ എൻ്റെ ജേർണി അങ്ങനെ വന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ഒറ്റയ്ക്ക് നമ്മുടെ ലൈഫ് ഇപ്പോൾ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ആ ഒരു സ്ലോ സ്റ്റാർട്ടാണ്, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വളരെ കുറവാണ്. സോ അതുകൊണ്ടായിരിക്കും വ്ളോഗിൽ വരുന്ന സമയത്തും കുറച്ച് സ്ലോ ആയിട്ട് ഒത്തൻറ്റിക് ആയിട്ട് വ്ളോഗിന് വേണ്ടി ഞാൻ ഭയങ്കര ഹൈപ്പർ ആവാണ്ട് എനർജറ്റിക് ആവാണ്ട് എങ്ങനെയാണോ ഞാൻ അത് ആ വീഡിയോ രൂപത്തിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് ചെയ്തത്. സോ അതിനകത്ത് നിങ്ങളിത് കണ്ടാൽ ഞെട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ജസ്റ്റ് സ്ലോ ലൈഫ്, സ്ലോ
ആൻഡ് ഇതൊരു റീട്രീറ്റ് ആണ്. കാരണം വലിയ ഗോൾസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ പേഴ്സണൽ ഗോൾസിനെക്കാട്ടിലും നമ്മുടെ ടീം എലൈറ്റ് ക്ലബ്ബ് അവർ വളരെയധികം കഷ്ടപ്പെട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ട്രേഡിങ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പോൾ അവരെ ഒരു വലിയ ലക്ഷ്യത്തിലോട്ട് എത്തിക്കാനുണ്ട്. സോ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്ന ഒരാളാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ നമുക്ക് നല്ല നല്ല ഒരു ഹെൽത്തി പ്രഷേഴ്സ് വരും, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ മെൻറ്റൽ ഈ പറയുന്ന സ്ട്രഗിൾസ് വരും. സോ ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ കൺട്രോൾ ചെയ്യാം. എൻ്റെ പേഴ്സണൽ ട്രേഡിങ്, ടീമിൻ്റെ ട്രേഡിങ്, ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ കുറച്ച് പാട് വരും. അവിടെ നമ്മൾ ബ്രേക്ക് എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 80-20 പ്രിൻസിപ്പിൾ. നമ്മുടെ ലൈഫിൽ 80% ഓഫ് ദ ടൈം അടിപൊളിയായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോവുക, 20% നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ആൻഡ് അത് ശരിക്കും നമ്മളെ റീസെറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. കാരണം ഇനിയുള്ള ആക്ടിവിറ്റീസ് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. കാരണം വളരെ ബോറിംഗ് ആയിരിക്കും. ഇത് തന്നെ ആയിരിക്കും ജസ്റ്റ് റീഡിങ്, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ ഇതിനി നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ടൈം എന്നുള്ള രീതിയിൽ വളരെ റീസെറ്റായിട്ട് മുമ്പോട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് എഡ്യൂക്കേഷൻ കണ്ടൻസ് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളൊരു സ്പെസിഫിക് ഐഡിയ എനിക്ക് തരിക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് മീൻസ് എ ലോട്ട്. സോ ഗൈസ്, അത്രേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ, സീ യു.